പക്ഷേ സുഖാണോ? ശ്യാമിന സുഖം. ശ്യാമേ, കൂട്ടുകാരൊക്കെ കാണോ? അവരൊക്കെ വിളിക്കാറുണ്ടോ? ഉണ്ട്. അവരൊക്കെ വർഷയുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട്. വർഷ ഇവിടെ? ഞാൻ പ്രഗ്നന്റ്. ചെക്കപ്പിന് ഡോക്ടറെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. സമയമുള്ളതുകൊണ്ട് ഒരു കോഫി കുടിച്ചിട്ട് പോവാന്ന് കരുതി. ശ്യാം ഒറ്റയ്ക്കേ ഉള്ളോ? അല്ല, അച്ഛനുണ്ട്. അച്ഛൻ ഏതൊരു ഫ്രണ്ടിനെ കണ്ടു, അങ്ങോട്ട് പോയി. അമ്മാവനെന്നും അമ്മായിയെന്നും വിളിക്കാൻ അധികാരമില്ലെന്ന് അറിയാം. എന്നാലും ചോദിക്ക, വീട്ടിലെ അമ്മായിക്ക് സുഖാണോ? നമ്മൾ ഇത്ര അടുത്തിടപഴകിയിട്ടും വർഷങ്ങളോളം ഒരുമിച്ച് പഠിച്ചിട്ടും നിന്റെ മുറപ്പെണ്ണാണ് ഞാനെന്ന് അറിയാതെ പോയല്ലോ ശ്യാമേ. അത് മാത്രമല്ല, പലതും. ശ്യാമേ, കല്യാണം കഴിക്കാതെ നീ ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് നിന്നാ നിന്റെ അച്ഛന് ടെൻഷനാവും. പിന്നെ അതിനെ ചൊല്ലിയാവും അമ്മായിയോട് വഴക്കടിക്കുന്നത്. ശ്യാമേ, നീ എന്താ ആലോചിക്കുന്നേ? അന്ന് വീട്ടിൽ കയറി വന്ന് നീ കാണിച്ച ചെറ്റത്തരങ്ങളും അതിക്രമങ്ങളൊന്നും ഞാൻ മറന്നിട്ടൊന്നുമില്ല. എന്താടാ വീണ്ടും ഭീഷണിപ്പെടുത്താനാണോ ഭാവം? മകന്റെ കടിഞ്ഞാണേ ഒന്നും കൂടി അങ്ങ് മുറുക്കിയേക്ക്. തൽക്കാലം ഭീഷണി ഒഴിവാക്കാം. വീട്ടിൽ കയറി വന്ന് തെമ്മാടിത്തരം കാണിച്ചപ്പോ എന്റെ മോന്റെ കടിഞ്ഞാൻ ഞാനൊന്ന് മുറുക്കി. അതുകൊണ്ട് മാത്രോടാ നീ അവിടുന്ന് പരിക്കില്ലാതെ രക്ഷപ്പെട്ടത്. എടാ, തുമ്മിയെ തെറിക്കുന്ന മൂക്കൊന്നുമല്ല അവനെ. അവൻ തന്തയ്ക്ക് പറഞ്ഞൊരാണാ. ഒറ്റ തന്തയ്ക്കടാ. നീ ചെയ്ത ആണത്തമില്ലായ്മക്ക് തിരിച്ചടിയുണ്ടേ. അതുകൊണ്ടേ എന്റെ മോന്റെ കടിഞ്ഞാൻ ഞാൻ തൽക്കാലം ഇപ്പൊ മുറുക്കുന്നില്ല. വർമ്മ രാജാവേ, തനിക്ക് എന്താ ചെയ്യാൻ കഴിയുന്ന വെച്ചാ ചെയ്ത് കാണിക്കാം. തന്റെ ജാതകം ഒന്നുകൂടി നോക്കിച്ചേക്ക്. ചിലപ്പോ മോന് വായിക്കരുടെ യോഗം കാണും. കഴിഞ്ഞു സാർ. വിശ്രമം കഴിയാറായില്ലേ? സമയമായി വരുന്നല്ലേ ഉള്ളൂ സാറേ. 1 മണിക്കൂർ വിശ്രമം തൊഴിലാളിയൊക്കെ പറഞ്ഞിട്ടുള്ള. എന്നാലേ ദേ അങ്ങോട്ടൊന്ന് നോക്കിക്കേ. നിനക്കും ജഗനും ഒക്കെ ഒരേ ജോലി സമയം. ജഗൻ വന്ന് പണിയെടുക്കാൻ തുടങ്ങിയിട്ട് 1/2 മണിക്കൂറായി. അർജന്റ് പണിയുണ്ടെങ്കിൽ ജഗൻ അതിരാവിലെ തന്നെ വരും. വളരെ വൈകിയേ പണി നിർത്താറുള്ളൂ. കാലവും സമയവും ഒന്നും നോക്കാറില്ല. ഹലോ, ജഗൻ ഉച്ചയൂടും കഴിഞ്ഞ് വിശ്രമം പോലും ഇല്ലാതെ പണി തുടങ്ങിക്കഴിഞ്ഞു.
എന്താ രോമലെ, നീ പണി തുടങ്ങുന്നില്ലേ? തുടങ്ങണം ചേട്ടാ. ആ, അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, ചേട്ടൻ വാടക വീട്ടിലാണല്ലേ താമസം? കുറുപ്പ് സാറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ചേട്ടന് സ്വന്തം വീട്ടിൽ താമസിച്ചൂടെ? ഇത് ചോദിക്കാനാണോ വന്നത്? ചോദിച്ചത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പൊ അടി പൊട്ടിയനെ. ചേടാ, നല്ലൊരു കാര്യം ചോദിച്ചാലും കിട്ടും. ജാതകദോഷവും അവവാദവുമായി കഴിഞ്ഞ പെണ്ണിനെ കെട്ടിയത് ചേട്ടന്റെ ചങ്കൂറ്റൻ തന്നെ. അവളെ പോറ്റാൻ കൂലിപ്പണി എടുക്കുന്നതും നല്ല കാര്യം. പക്ഷേ ആളുകളെ കൊണ്ട് അതും പറയിപ്പിച്ച് കുറുപ്പ് സാറിന് നാണക്കേടുണ്ടാക്കണോ? രോമലെ, ഞാനിവിടെ വന്നത് ജോലി ചെയ്യാനാ, അല്ലാതെ കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ആരുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. സോറി. ജഗൻ, എന്താ സർ? ഒന്നിങ്ങി വന്നേ.